ഇപ്പോൾ എല്ലാ വർഷവും താജ്മഹലിനോട് ചേർന്ന് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു പള്ളിയുണ്ട്. ഞാൻ പല പ്രാവശ്യം പോയിട്ടുള്ളതാണ്. പള്ളിയുണ്ട്. അവിടെ മുമ്പ് ജുമ ഉണ്ടായിരുന്നു അവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. അത് പിന്നെ നിരോധിച്ചു. അതായി. അതിന് വലിയ ഇത് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അതൊരു ആർക്കിയോളജിക്കൽ സ്ട്രക്ചറാണ്, പ്രിസർവ് ചെയ്യപ്പെടേണ്ട ഒരു സ്ട്രക്ചറാണ്. താജ്മഹൽ ഉണ്ടാക്കിയത് ഷാജഹാനാണ് നിർമ്മിച്ചെന്നുള്ളത് ചരിത്രം പറയുന്നതാണ്. പക്ഷേ അത് മാറ്റിമറിച്ച് താജ്മഹലല്ല തേജോ മഹലാണ്. അത് തേജോ മഹൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വേറെ ഭാഷ. അത് വേറെ ആരോ ഉണ്ടാക്കിയതാണ്, ഹിന്ദുക്കളാരോ നിർമ്മിച്ചതാണ് എന്നുള്ളൊരു ഇതൊക്കെ കൊണ്ടുവരാൻ ഒരുപാട് ശ്രമം നടത്തി. വല്ല ഏതാണ്ടൊക്കെ എഴുതി കുഴിച്ചിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനി മാന്തി എടുക്കും. എവിടുന്നെങ്കിലുമൊക്കെ മാന്തി എടുത്തിട്ട് പറയും പണ്ട് കുടം കുഴിച്ചിട്ടിരുന്ന ഇതിനകത്തുണ്ടായിരുന്നതാണ്, പണിഞ്ഞത് ഇന്നാരാണ്, ഷാജഹാനൊന്നും അല്ല എന്ന് പറയും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാലമാണ് ഇന്ന് ഉള്ളത്. താജ്മഹലിലെ ഉറൂസ് എല്ലാ വർഷവും അതിൻ്റെ കോമ്പൗണ്ടിൽ നടക്കുന്നതാണ്. ഉറൂസ് വലിയ ഉത്സവമാണ്, അവിടെ നടക്കുന്നതാണ്. അത് ഇപ്രാവശ്യം നടത്താൻ പാടില്ല എന്ന് അവിടെ ഹിന്ദു മുന്നണി അവർ പോയി കോടതിയിലൊക്കെ സമീപിച്ചേക്കാണ്. അവിടെ ഇത് നടത്താൻ പാടില്ല എന്ന്. അത് അവരുടെ ഒരു ആഘോഷമാണ്, അത് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്തിന് ഇത് മുടക്കണം, എന്തിന് തടയണം, പിന്നെ ഇത് എന്തിനും നടത്തണം? ഈ ഉറൂസ് എന്നൊക്കെ പറയുന്നത് ഞാൻ അനാചാരങ്ങളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അനാചാരമാണ്. അതൊന്നും ഇസ്ലാം ഉദ്ഘോഷിക്കുന്ന ആചാരങ്ങളല്ല. അതൊരു ഇസ്ലാമിസത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാടല്ല ഈ ഉറൂസ് എന്നൊക്കെ പറയുന്നത്. ഉറൂസ് എന്നൊക്കെ പറയുന്നത് അത് യഥാർത്ഥത്തിൽ അത് ഖുറാനിക്കല്ല ഉറൂസൊക്കെ. അപ്പോൾ അതവിടെ നടത്തുന്നതിന് ഇവർക്ക് എന്താ വേണം? അത് നടത്തുന്നവർ നടത്തട്ടെ. അത് അവിടെ ജനങ്ങളുടെ ഒരു ആഘോഷമായിട്ട് നടക്കുകയാണ്. അത് മുസ്ലിങ്ങൾ മാത്രമൊന്നും അല്ല, എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, പങ്കെടുക്കും. അപ്പോൾ അത് തടയേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇല്ല. അത് വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണ്. വഴക്കുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഓരോ ഭാഗങ്ങളായിട്ട് അവിടുന്ന് മുസ്ലിങ്ങളെ ഔസ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരുക്കമാണ് ഈ നടക്കുന്നത്. ഇപ്പോൾ ഗ്യാൻവാബിയിൽ നിന്ന് ഔസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരുക്കം നടക്കുന്നു, മധുരയിൽ നിന്ന് ഔസ്റ്റ് ചെയ്യാനുള്ള ഒരുക്കം നടക്കുന്നു. ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ RSS നേതൃത്വം യഥാർത്ഥത്തിൽ ഇത് ഇടപെടേണ്ടതാണ്. അവർ ഒരു നല്ല സംഘടനയല്ലേ, നല്ലൊരു കെട്ടുറപ്പുള്ള ഒരു സംഘടനയല്ലേ RSS. അവരുടെ പ്രവൃത്തികൾ എന്തോ ആവട്ടെ, അത് വേറെ കാര്യം. അവരുടെ ലക്ഷ്യങ്ങളൊന്നും നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അത് നല്ലതും അല്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന കാര്യങ്ങൾ അവർ നോക്കണം. ശ്രീ മോഹൻ ഭാഗവത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, വളരെ സ്വാഗതാർഹമാണ്. ഒരു പള്ളിക്കടിയിലും വിഗ്രഹം തപ്പേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ബാബറി മസ്ജിദിൻ്റെ അനുഭവം അദ്ദേഹത്തിന് അറിയാം, അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. നല്ലൊരു കാര്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ അവിടെ കിടക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഉപദേശം അവിടെ കിടക്കുന്നു. ഗ്യാൻവാബിയിൽ തപ്പുന്നില്ലേ, അതുപോലെ മധുരയിൽ തപ്പുന്നില്ലേ എന്ന് പറയുന്ന പോലെ ഉള്ളൂ. അവിടെ കുഴിച്ച് പള്ളിക്കടി അവിടെ കുഴിച്ച് പണ്ട് ഏതാണ്ട് ഉണ്ടായിരുന്നു, അവിടെ ഇന്നതുണ്ടായിരുന്നു പണ്ട്. അങ്ങനെ ഇവിടെ എന്തും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പണ്ടുണ്ടായിരുന്നു, അതൊക്കെ കാണുമല്ലോ. ഇവിടെ ഹിന്ദു രാജാക്കന്മാർ ഭരിച്ചിരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ അമ്പലങ്ങളൊക്കെ ഒത്തിരിയൊക്കെ പോയിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ക്ഷേത്രങ്ങളൊക്കെ അത് കാരണം മുഗൾ ഭരണമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പക്ഷേ മുഗൾ ഭരണം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, അവർ ആരെയും പിടിച്ച് മതത്തിൽ ചേർത്തിട്ടില്ല. അത് ചിന്തിക്കണം. അങ്ങനെ മതത്തിൽ ചേർക്കാനാണെങ്കിൽ 500-600 വർഷം ഇവിടെ ഭരിച്ചവരാണ്. അത് നമ്മുടെ ഇന്ത്യയുടെ ഭൂരിഭാഗം ഭാഗങ്ങളും ഭരിച്ചിരുന്നാണ് മുഗൾ ഭരണത്തിലുണ്ടായിരുന്നത്. അവർ ആരെയും പിടിച്ച് മതത്തിൽ ചേർത്തിട്ടില്ല അന്ന്. അങ്ങനെ ചേർത്തിരുന്നെങ്കിൽ ഈ ജനസംഖ്യ ഇത്ര ഉള്ളായിരുന്നു. ഇവിടെ ന്യൂനപക്ഷം ആവത്തില്ലായിരുന്നല്ലോ മുസ്ലിങ്ങൾ. അതൊന്ന് ചിന്തിക്കണം. അപ്പോൾ അവരൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അവരൊന്നും അവർ മാത്രമല്ല, അവരിവിടുന്ന് ഒന്നും കൊണ്ടുപോയിട്ടില്ല. അവരിവിടുന്നൊന്നും കൊള്ളയടിച്ച് കൊണ്ടുപോയിട്ടില്ല. ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അവർക്ക് സഹായം ചെയ്തു കൊടുത്ത ആളുകളാണ് ഇപ്പോൾ രാഷ്ട്രസ്നേഹികളായിട്ട് മാറിപ്പോകുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ചരിത്രമാണ്. അതായിക്കോട്ടെ, എങ്ങനെയും ആയിക്കോട്ടെ. അത് ശ്രീ രാമേന്ദ്ര ഗുഹയുടെയൊക്കെ പുസ്തകങ്ങൾ, ബിഫോർ ഗാന്ധി, ആഫ്റ്റർ ഗാന്ധി, ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നതാണ് എന്തൊക്കെയാണെന്ന്. അതുകൊണ്ട് ഞാനത് വിവാദം ഉണ്ടാകുന്നതായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇനി ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങ് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അത് ഇപ്പോൾ ഉള്ള പോലെ തുടരാനാണെങ്കിൽ ഇനി ഏക സിവിൽ കോഡ് എന്ന് പറയുന്നതിൻ്റെ ആവശ്യം എന്താണ്? ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉള്ള പോലെ അങ്ങ് തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏക സിവിൽ കോഡിൻ്റെ ഒന്നും കാര്യമില്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഏത് സമൂഹത്തിൽ നിന്ന് റിമൂവ് ചെയ്യണം, അത് വേണം. അതിനു വേണ്ടിയുള്ള എന്ത് നടപടികളോ എടുക്കട്ടെ കേട്ടോ. അതിനല്ലാതെ വേറെ ഒരു വിധത്തിൽ ഈ ആളുകളെ പ്രകോപിപ്പിക്കാനും അവരുടെ മതത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കൈയിടാനും ഒന്നും പോകരുത്. പിന്നെ ഈ മതം എന്നൊക്കെ പറയുന്നത് ഒരു വേ ഓഫ് ലൈഫ് എന്നുള്ള രീതിയിൽ, അതല്ലാതെ ഒരു ജീവിത രീതി എന്നുള്ളതല്ലാതെ
അതിന് വേറെ പ്രസക്തിയൊന്നുമില്ല. അത് ഹിന്ദുയിസം ആയാലും അത് ഇസ്ലാമിസം ആയാലും അതേപോലെ ക്രിസ്ത്യാനിറ്റി ആയാലും എല്ലാത്തിനും അതിനുള്ളതെന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്, ഒരു ജീവിത രീതിയാണ്, ഒരു സംസ്കാരമാണ് ഒരു വിഭാഗത്തിൻ്റെ എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഇതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷെ മതം രാഷ്ട്രീയത്തിലേക്ക് കാണുമ്പോഴാണ് പ്രശ്നം വരുന്നത്. രാഷ്ട്രീയവും മതവും ഇടകലരുമ്പോൾ മതത്തിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടും, രാഷ്ട്രീയത്തിൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടും. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഗ്യാൻവാബിയിൽ ഇത് സംഭവിക്കാൻ പോകുന്നത് ഇത് വളരെ വലിയൊരു പ്രശ്നം ഉണ്ടാകാനുള്ളതാണ്. ബാബറി മസ്ജിദ് തീർന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒന്ന് കിൻഡിൽ ചെയ്ത് കത്തിച്ച് നിർത്തണം. ആ കത്തിച്ച് നിർത്തുന്നതിൻ്റെ ഭാഗമാണിത്.